ആചാര്യത്പാദമാദത്തേ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണതോ. എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. അതിനോടനുബന്ധിച്ചുള്ള 6E പ്രത്യേക അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൊണ്ടുവരുന്നവരിൽ ആദ്യത്തെയാൾ നിങ്ങളായിരിക്കണം എന്ന APJയുടെ സന്ദേശം ഓർമ്മിച്ചുകൊണ്ടാകട്ടെ ഇന്നത്തെ അസംബ്ലി. ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പരിശ്രമവും ഈ ദിനത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന്റെ ഇഷ്ടതൊഴിൽ അധ്യാപനമായിരുന്നു. അതിലൂടെ ലോകം തന്നെ അറിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വിദ്യാഭ്യാസത്തിനും വികസനത്തിനുമായി അധ്യാപകർ നമുക്ക് നൽകുന്ന സേവനത്തിന് അംഗീകാരമായി നമുക്ക് ഒരുമിച്ച് അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി ഞാൻ മനീഷയെ ക്ഷണിക്കുന്നു. ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കരവൈഭവം. ഇരുളുമ്പോൾ പോലും തേജോകോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും നിത്യം ഞങ്ങൾക്കേകണേ ദൈവമേ. വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾക്കരുളണേ. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചോദി. ഈ കോവിഡ് മഹാമാരിക്കിടയിലും അധ്യാപകർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അധ്യാപകരെ നേരിൽ കാണാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഈ കോവിഡ് മഹാമാരിയെ തുരത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും ജവാന്മാർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. പ്രതിജ്ഞയ്ക്കായി ഞാൻ ദേവാനന്ദിനെ ക്ഷണിക്കുന്നു. എല്ലാവരും വലതു കൈ മുന്നോട്ട് നീട്ടുക. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു. ഞാൻ എന്റെ നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഭാരത് മാതാ ജയിക്കട്ടെ. ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അയാളുടെ ചിന്തകളാണ്. കണ്ണുകൾ പുറം കാഴ്ചയ്ക്ക് മാത്രമുള്ളതാകരുത്, ഉൾക്കാഴ്ചകൾക്ക് കൂടിയാകണം. നമ്മുടെ ഉൾക്കാഴ്ചകൾ കണ്ടെത്തുന്നത് അധ്യാപകരാണ്. ഇന്നത്തെ ചിന്താവിഷയവുമായി എത്തുന്നു അനഘ. ജനങ്ങൾ എന്നെ ഒരു അധ്യാപകൻ എന്ന് ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരം. ജനങ്ങൾ എന്നെ ഒരു അധ്യാപകൻ എന്ന് ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരം. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണ്. നന്ദി. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നു, അറിവുദിക്കുമ്പോൾ അജ്ഞത മാറിപ്പോകുന്നു. നമുക്ക് അറിവ് പകരം നൽകുന്നത് അധ്യാപകരാണ്. എന്നാൽ ഓരോ സ്ഥലങ്ങളിലെയും വിശേഷങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കുന്നത് വാർത്തകളിലൂടെയാണ്. ഇന്നത്തെ വാർത്തകളുമായി രാഹുൽ രാജ് എത്തുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നു.
ബീച്ചുകൾ തുറക്കുന്നത് നവംബർ 1 മുതൽ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. നീറ്റ് എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം. ബുധനാഴ്ച പരീക്ഷ നടത്തണമെന്ന് സുപ്രീം കോടതി. ലോക വിദ്യാർത്ഥി ദിനത്തോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ പ്രത്യേക പരിപാടിയിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. സ്വപ്നത്തിലേക്ക് പറന്നുയരാൻ ചിന്തകളെ പ്രചോദിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര. രാമേശ്വരത്ത് വിരിഞ്ഞ രാഷ്ട്രപ്രതിഭ. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനനം. ഔൽ പക്കീർ ജയിലൗദ്ദീൻ എന്ന മുഴുവൻ പേര്. അച്ഛൻ ജയിലൗദ്ദീൻ, അമ്മ ആശിയമ്മ. ജനകീയനായ രാഷ്ട്രപതി. ബഹിരാകാശ യുഗത്തിലേക്ക് രാജ്യത്തെ നയിച്ച ശാസ്ത്രജ്ഞൻ. കുട്ടികൾക്കും യുവജനങ്ങൾക്കും അറിവിന്റെ വെളിച്ചം പകർന്നു തന്ന ഗുരു. ലളിത ജീവിതം നിഷ്ഠയാക്കിയ തത്വജ്ഞാനി. സംഗീത ആസ്വാദകൻ, എഴുത്തുകാരൻ, വായനക്കാരൻ. കലാമിന്റെ വൈശിഷ്ട്യം വാക്കുകൾക്കും അപ്പുറമാണ്. ശാസ്ത്രത്തെയും സാങ്കേതികതയെയും മനുഷ്യന്റെ സമഗ്ര പുരോഗതിക്ക് ഉതകും വിധം മാറ്റിയെടുക്കാനായിരുന്നു അദ്ദേഹം മരണം വരെ ശ്രമിച്ചത്. ആരെയും ആദരവുളവാക്കുന്ന സ്വഭാവ സവിശേഷതകളും ആരെയും പ്രചോദിപ്പിക്കുന്ന വാക്കുകളും കലാമിന്റെ സ്വന്തമായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു അധ്യാപകനായിരുന്നു കലാം. ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ എത്തിയപ്പോഴാണ് ഷിലോങ്ങിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, അത് ഉറക്കം കെടുത്തുന്നവയായിരിക്കണം എന്ന് ആത്മകഥയിൽ അദ്ദേഹം കുറിച്ചു. സ്വപ്നങ്ങൾ ചിന്തകളായും ചിന്തകൾ കർമ്മങ്ങളായും മാറണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കലാമിന്റെ ലാളിത്യവും വിനയവും അദ്ദേഹത്തിന്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. 2020 ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നങ്ങൾ നെയ്തു. വികസിത ഇന്ത്യ ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. 2015 ജൂലൈ 17 പ്രശസ്തനായ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന ആ മഹാൻ നമ്മെ വിട്ടുപിരിഞ്ഞു. നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെക്കാൻ പഠിപ്പിച്ച സ്വപ്നങ്ങളുടെ രാജകുമാരന് 1000 നന്ദി. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞതിങ്ങനെ: രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് ജീവിതം നൽകുന്നു, അധ്യാപകർ നന്നായി ജീവിക്കാനുള്ള കലയും. തുളസിദാസിന്റെ വരികളിലും ഇങ്ങനെ പറയുന്നു: ഈശ്വരനും ഗുരുവും എന്റെ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനെ കാണാനുള്ള കരുത്ത് എനിക്കുണ്ടാക്കിയത് എന്റെ ഗുരുവാണ്. അങ്ങനെ ഈശ്വര തുല്യനായ ഒരു ഗുരുവിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. APJ ഏതൊരു ഭാരതീയനും ഒരു ത്രയാക്ഷരി മന്ത്രം പോലെ ഉരുവിടുന്ന മഹാമന്ത്രം. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ വരിഞ്ഞു മുറുകി നിൽക്കുമ്പോഴും പൊരുതി നിന്ന് പഠിച്ച് ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അവനവൻ ശ്രേഷ്ഠനാണെന്ന ബോധം ഉളവാക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. അധ്യാപനം പ്രാണനേക്കാൾ പ്രിയങ്കരമായിരുന്നു അദ്ദേഹത്തിന്. ലളിതമായ ഭാഷയിൽ ദുർഗ്രഹമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അദ്ദേഹത്തെ പോലെ മറ്റാർക്കും സാധിക്കില്ല. രാഷ്ട്രപതിയായപ്പോഴും വിദ്യാർത്ഥികളോട് സംവദിക്കാനായിരുന്നു ഇഷ്ടം. അവസാനം ഷിലോങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ആ ജീവൻ പൊലിഞ്ഞത്. അധ്യാപനത്തെ ഇത്രയേറെ പ്രണയിച്ച മറ്റൊരു മഹത് വ്യക്തി ഉണ്ടോ എന്ന് തന്നെ സംശയം. നമ്മെ വിട്ടുപിരിഞ്ഞ ആ നിസ്തുല വ്യക്തിത്വത്തിന് സ്മരണാഞ്ജലി. ഇന്ത്യൻ യുവത്വത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച രാജ്യത്തിന്റെ മിസൈൽ മാൻ
APJ അബ്ദുൽ കലാമിന് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് 6E പ്രത്യേക അസംബ്ലിയുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.